ഇതേതാ? ഇത് ഇബ്നു തൈമിയ്യയുടെ പുസ്തകം ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം. ആരാ ഇബ്നു തൈമിയ്യ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ്. മൗലിദാഘോഷം നടത്തണം എന്ന് പറയുന്ന ആളല്ല. മുജാഹിദ് 4 മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണ് എന്ന് മുജാഹിദ് കണ്ടോ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ പുസ്തകത്തിൽ എഴുതി പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ പറയുകയാണ്, അദ്ദേഹത്തിന്റെ കിതാബാണ് ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം. അതിൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? മൗലിദാഘോഷത്തെ കുറിച്ച് അയാൾ പറഞ്ഞു, അയാൾ അംഗീകരിക്കുന്ന ആളല്ല. ഇനി നാളെ അങ്ങനെ വന്ന് പറയണ്ട, അയാൾ ഇതിനെ അംഗീകരിക്കാത്ത ആളാണ്. കാരണം ഞങ്ങളാളല്ല, മുജാഹിദിന്റെ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുന്ന വ്യക്തിയാണ്. സംഗതി അങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾ അവസാനം പറഞ്ഞൊരു സത്യമുണ്ട്. അയാൾ പറയാണ്, അപ്പൊ ആരംഭ റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കൽ, വത്തിഖാദുഹു മൗസിമൻ, അതിനെ ഒരു ആഘോഷമാക്കലും ഒരു ആഘോഷവേളയാക്കി തീർക്കലും, അത് യഫ്അലുഹു ബഅദുന്നാസി, ചില ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കേണ്ടി വരിക. ചിലർ എന്ന് പറഞ്ഞ മൂപ്പര് ചുരുക്കെങ്കിലും ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ മൂപ്പര് പറയാ അത് കുറ്റണ്ട് എന്നല്ല പറയുന്നത്. വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീമുൻ. മൗലിദാഘോഷത്തെ റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കുന്നവർ, അതിനെ ആഘോഷമാക്കി വെക്കുന്നവർ, വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീമുൻ, അവന് വമ്പിച്ച പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ട്. ഞങ്ങൾ പറയല്ല, ഇബ്നു തൈമിയ്യയാണ് പറയണത്. നരകത്തേക്ക് പോകുന്നല്ല ഇബ്നു തൈമിയ്യ പറയണത്. ഓർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. എന്തേ? ലിഹുസ്നി ഖസ്ദിഹി, ഓന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശം, റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് ചെയ്യല്ലേ. വ തഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കലും അതിലുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് എന്നല്ല പറഞ്ഞത്. യകൂനു ലഹു ഫീഹി അജ്റുൻ അളീമുൻ, വമ്പിച്ച പ്രതിഫലമുണ്ട്. ഇത് ഇബ്നു തൈമിയ്യ പറഞ്ഞ, ഞങ്ങളാണല്ല. അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നടന്ന ആ റബീഉൽ അവ്വൽ മാസത്തിലെ ദിവസമുണ്ടല്ലോ, അത് ഈദും മിൻ അഅയാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഈദുകളിൽപ്പെട്ട ആഘോഷങ്ങളിൽപ്പെട്ട ഒരു ആഘോഷമാകുന്നു. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ജന്മം നടന്ന ആ മൗലിദ് ഉണ്ടല്ലോ, അത് മുസ്ലിമീങ്ങളുടെ ഒരു ആഘോഷ സുദിനമാകുന്നു. മൗസിമുൻ മിൻ മവാസിമിഹിം, അവർ സന്തോഷം പ്രകടിപ്പിക്കുന്ന, ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന അവരുടെ ആനന്ദ തുന്തിരമായ ദിനങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേക ദിവസവുമാകുന്നു. ഇനി കഴിഞ്ഞിട്ടില്ല. അല്ലാ, സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യമുണ്ടോ, ബിദാലിക്കൽ മൗലിദിൽ മുബാറക്, ആ ബറക്കത്തുള്ള ആ ജന്മം നടന്ന ദിവസത്തിൽ സന്തോഷവും ആനന്ദവും പ്രകടിപ്പിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്ക് പറ്റും. അതേതൊക്കെ? വെളിച്ചം കത്തിക്കലായാലും വേണ്ടില്ല, തസയ്യുനി അലങ്കാരമാണെങ്കിലും ശരിയാ വേണ്ടില്ല, തസയ്യുനി ബിമാ ഹസുന മിന സിയാബ്, നല്ല വസ്ത്രം പുതുവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ആനന്ദം ഉണ്ടാക്കുക, സന്തോഷം ഉണ്ടാക്കുക, പ്രത്യേക ഭംഗി ഉണ്ടാക്കുക. ഇന്നലില്ലാത്തൊരു വസ്ത്രവും ഇന്നലില്ലാത്തൊരു സന്തോഷമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അത് കുഴപ്പമില്ലാത്ത മുസ്ലിങ്ങൾ ആഘോഷ ദിവസമാണ്. മാത്രമല്ല മഹാൻ പറഞ്ഞു, അത് അംറുൻ മുബാഹുൻ ലാ യുൻകറു, നിഷേധിക്കാൻ പറ്റൂല, എതിർക്കാൻ പറ്റാത്ത അനുവദനീയ കാര്യമാകുന്നു. എന്നിട്ട് മഹാൻ പറയാണ്, നിനക്ക് അനുവദനീയമാണ്, അനിവാര്യമാണ്, അൻ തുസയ്യിനൽ ഔലാദ, നിന്റെ മക്കളെയൊക്കെ നീ നല്ല ഭംഗിയുള്ളവരാക്കണം. ഫീ ദാലിക്കൽ യൗമി, ആ ദിവസത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മം നടന്ന ആ ദിവസത്തിൽ, ജന്മദിനത്തിൽ നീ മക്കളെ ഭംഗി ഉണ്ടാക്കണം. എങ്ങനെ? ബി അഹ്സനി സീനതിഹിം, അവരുടെ നല്ല ഭംഗി കൊണ്ട് ഭംഗി ഉണ്ടാക്കണം. വതുദ്ഖിലു സുറൂറ ബിമാ അംകന, കഴിവിന്റെ പരമാവധി അവർക്ക് സന്തോഷം സന്നിവേശിപ്പിക്കണം. വതുസയ്യിനൽ മകാതിബ ബിമാ തജൂസു ബിഹി സീന, സ്ഥാപനങ്ങളൊക്കെ അലങ്കരിക്കണം, അനുവദനീയമായ അലങ്കാര വസ്തുക്കളെ കൊണ്ടൊക്കെ അലങ്കരിക്കണം. വയുഹ്യി ദിക്റഹു വയുഹ്യാ ദിക്റുഹു ബിമാ യഹ്സുനു മിനൽ അഖ്വാലി വൽ മദായിഹി സമഅൻ, റസൂലുള്ളാഹിന്റെ ആ കീർത്തനങ്ങൾ ഒരു ജീവസുറ്റതാക്കാൻ പറ്റുന്ന എന്തെല്ലാം പദ്യങ്ങളുണ്ടോ, വാക്കുകളുണ്ടോ, കീർത്തനങ്ങളുണ്ടോ, അത് ഉരുവിട്ടുകൊണ്ട് ആ ദിവസത്തെ ജീവസുറ്റതാക്കണം. അപ്പൊ ആകെ ഒരു വലിയൊരുനാൾ ചെറിയനാളും അല്ല. അതൊക്കെ നിങ്ങളെക്കുള്ള ധാരണ പെശകാണ്. അത് മതം അറിയാത്തത് കൊണ്ടാണ്. വെള്ളിയാഴ്ചത്തെ പള്ളിക്കഥ ഖത്തീബ് അങ്ങനൊന്നും ആവില്ല പറഞ്ഞിട്ടുണ്ടാകുക. പെരുന്നാളായിട്ട് നമുക്ക് 2 ദിവസമേ ഉള്ളൂ എന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആഘോഷം ആകെ 2 ദിവസമാണെന്ന് അങ്ങനെ പറയൂ. മനുഷ്യന് ഓരോ ദിവസത്തിൽ ഓരോർക്ക് എന്തെല്ലാം, നിങ്ങൾ ഓരോരുത്തരും കല്യാണം കഴിക്കുന്ന ഓന്റെ ഒരു സന്തോഷം എത്ര, ഓന്റെ ഒരു ആഘോഷം എത്രയായിരിക്കും, അത് എന്തെല്ലാം ഉണ്ട്, അതെല്ലാവർക്കും അറിയണ കേസാണ്. പിന്നെ ആഘോഷം ഇസ്ലാമിൽ 2 പെരുന്നാൾ, വലിയ നാൾ, ചെറുനാൾ, അത് കഴിഞ്ഞാൽ പിന്നെ തൊള്ള മുണ്ടാൻ പാടില്ല, ഒന്നും പാടില്ല.
അന്ന് ആ ആഘോഷം 2 ദിവസം മാത്രമേ പറ്റൂ. ആരെങ്കിലും പറയൂ ഈ ജാതി പൊട്ടത്തരം? ഇസ്ലാമും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇനം തിരിച്ചു മനസ്സിലാക്കണം. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല. നൂറ്റാണ്ട് മുമ്പ് വഫാത്തായ പണ്ഡിതന്മാര് അവരുടെ കിതാബിൽ എഴുതിയതാ. പിന്നെ കാന്തപുരം ഉസ്താദ് എഴുതി വെച്ച കിതാബല്ല ഇത്. താജുൽ ഉലമ ഉള്ളാത്തങ്ങൾ എഴുതി വെച്ചതല്ല. കെ ഉസ്താദ് എഴുതി വെച്ചതല്ല. കണ്ണിയത്ത് ഉസ്താദ് എഴുതി വെച്ചതല്ല. ഇതൊക്കെ ഇമാമുകൾ ലോകം കണ്ട ഖുർആൻ പഠിച്ച ഹദീസ് മനസ്സിലാക്കിയ ഹാഫിൽ എന്ന് പറയുന്നത് 1,00,000 ഹദീസ് മനപ്പാടുണ്ടാകുമ്പോഴാണ്. അങ്ങനെയുള്ള ഹാഫിളീകളായ പണ്ഡിതന്മാർ അവരെഴുതി വെച്ചതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ പറയുന്നത്. പൂർവികരൊക്കെ ഇത് ചെയ്തത്, KM മൗലവി പ്രചോദനം നൽകിയത്, കെ മൗലവി ആഘോഷിക്കണമെന്ന് പറഞ്ഞത്, എല്ലാവരും ചെയ്തത് അതുകൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞങ്ങൾ 4 ആൾ വന്ന് പുതിയതായി വല്ലതും ചെയ്ത മാതിരിണ്ട് മുജാഹിദിന്റെ പറച്ചിൽ കേട്ടാൽ. അല്ല, ഇതൊക്കെ നൂറ്റാണ്ട് മുമ്പുള്ള കഥയാണ്. ഞങ്ങൾ അതിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. ഞങ്ങളോട് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ദേഷ്യം വെക്കുകയാണോ ഈ പറഞ്ഞ ഹാഫിളീകളായ ഇമാമുകളോടൊക്കെ ദേഷ്യം വേണ്ടത്? അതിന്റെ അനന്തരം അന്ത്യം എന്താവും ഞാൻ പറയേണ്ടതും ഇല്ല. അള്ളാഹു നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. നല്ല പോലെ കേട്ടോളി.